ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. നമ്മുടെ ധ്യാന വിഷയം ശതാധിപനായ കൊർന്നല്യോസ് ആണ്. കൊർന്നല്യോസ് റോമൻ പട്ടാള മേധാവിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് എടുത്തു പറയുവാനായിട്ടുള്ളത്, ഒന്നാമത്തെ വിജാതീയ ക്രിസ്ത്യാനിയാണ്. യഹൂദന്മാരിൽ നിന്നല്ല, പുറജാതിയിൽ നിന്ന് മാനസാന്തരപ്പെട്ടു വന്ന ഒരു സത്യക്രിസ്ത്യാനിയാണ്. ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് വാസ്തവത്തിൽ കൊർന്നല്യോസ്. പുറജാതിയിൽ നിന്ന്. ദൈവത്തിന് സ്തോത്രം. കൊർന്നല്യോസിനെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ അനുകരണീയവും ആദരണീയവുമായ പലതും നമുക്ക് കൊർന്നല്യോസിൻ്റെ ജീവിതത്തിൽ ദർശിക്കാൻ സാധിക്കും. സാധാരണ റോമ അധികാരികൾ, ഭരണാധികാരികൾ, പ്രത്യേകിച്ചും പട്ടാള മേധാവികൾ, ശതാധിപൻ എന്നൊക്കെ പറയുമ്പോഴേക്കും അവരുടേതായിരിക്കുന്ന സൈന്യത്തിൻ്റെ നട്ടെല്ലാണ്. റോമൻ സൈന്യം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. അതിൽ ശതാധിപൻ എന്ന് പറയുന്നത് ആ സൈന്യത്തിൻ്റെ തലവന്മാരിൽ ഒരു കൂട്ടമാണ്, അതിൻ്റെ നട്ടെല്ലാണെന്ന് പറയും. അവർ വലിയ അഹങ്കാരികളും വലിയ ഹുങ്കുള്ളവരുമാണ്. ആർക്കും വിനയപ്പെടില്ലാത്തവരാണ്, ക്രൂരന്മാരാണ്, ഉപദ്രവകാരികളാണ്, സാധാരണ മദ്യപാനികളാണ്. മറ്റവരെ ഏത് തരത്തിലും വേദനിപ്പിക്കാനും ഉപദ്രവിക്കാനും മടിയില്ലാത്ത അഹങ്കാരവർഗമാണവർ. എന്നാൽ അല്പം വ്യത്യസ്തനായ ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൊർന്നല്യോസ്, ഹീസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഞാൻ ആഗ്രഹത്തോടെ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയുടെ നടുവിൽ ഒരു ചെറിയ കൂട്ടം വിശുദ്ധന്മാരെ, അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി നിൽപ്പാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇരുട്ടാണ്, അശുദ്ധമാണ്, വൈരാഗ്യമാണ്, കയ്പാണ്, തമ്മിത്തല്ലാണ്, കലഹമാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മധ്യത്തിൽ ഹീസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. അവൻ വ്യതിരിക്തനാണ്. ഈ ലോകത്തിൻ്റെ പാപഭംഗിലമായ ഒഴുക്കിനെതിരായി വിശുദ്ധിയുടെ പാതകൾ മുന്നോട്ടെടുത്ത് വെച്ച് യേശുവിനെ നോക്കി യാത്ര ചെയ്യുന്നതായ ഒരു ദൈവപൈതലാണ്. അങ്ങനെ ഒരു ചെറിയ കൂട്ടം ആളുകളുടെ കുടിവരവായി മാറിയാൽ കൊള്ളാവുന്നുണ്ട്. അതിന് അനുകരണീയമായ ആദരണീയമായ മാതൃക കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് കൊർന്നല്യോസ്. അതുകൊണ്ട് മാത്രമാണ് പാവപ്പെട്ട അടിയൻ കൊർന്നല്യോസിനെ കുറിച്ച് ധ്യാനിക്കുവാൻ താല്പര്യം കാണിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് അദ്ദേഹത്തിൽ നമുക്ക് അനുകരിക്കാനുള്ളത്? എന്തെല്ലാം സ്വഭാവ ശ്രേഷ്ഠതകൾ, മേന്മകളാണ് നമ്മൾ കൊർന്നല്യോസിൽ ദർശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 10-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ച്. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും. അവൻ ദൈവഭക്തനായിരുന്നു. ആ വാക്ക് അതെനിക്ക് ആപ്ലിക്കബിൾ ആണോ? അതെനിക്ക് ബാധകമാണ്? എന്നെക്കുറിച്ച് പറയുമോ? അവനൊരു ഭക്തനായ മനുഷ്യനാണ്. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ മാധുര്യമുള്ള പറയുകയാണ്, ഹി വാസ് എ ഗോഡ്ലി മാൻ. അവൻ കൂട്ടായ്മക്കാരനാണെന്നല്ല, അവൻ ഓർത്തഡോക്സുകാരനോ യാക്കോക്കാരനോ കത്തോലിക്കനോ ആണെന്നല്ല, ദൈവത്തിൻ്റെ സ്തോത്രം, അവൻ ഇന്ന ജോലി നോക്കുന്ന ആളെന്നല്ല. ഹീസ് എ മാൻ ഓഫ് ഗോഡ്. ഹീസ് എ ഗോഡ്ലി മാൻ. ഒന്ന് പറയിപ്പിക്കണ്ട ദൈവമക്കളെ. വേറെ എന്ത് പറയിപ്പിച്ച എന്താ വിശേഷം? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. ഒരു ദൈവദാസൻ, ഒരു ദൈവഭക്തൻ. എന്താ ഈ ദൈവഭക്തൻ എന്ന് പറഞ്ഞാൽ? ഈ കാലത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ്. ദൈവഭയമില്ല, ദൈവഭക്തിയില്ല. പ്രായോഗികമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കണ്ണ് എന്നെ കാണുന്നു. അത് സത്യമല്ലേ ദൈവമക്കളെ? ഞാൻ ഇരുന്നാലും എഴുന്നേറ്റാലും നടന്നാലും കാണുന്ന 2 കണ്ണുകൾ, ഞാൻ പറയുന്നത് കേൾക്കുന്ന 2 ചെവികൾ. അവൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നതല്ലേ, അവൻ്റെ കാത് കേൾക്കുന്നതല്ലേ, ഒന്നും അവൻ്റെ മുൻപിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതല്ലോ. സകലതും അവൻ്റെ മുമ്പിൽ നഗ്നവും വളർന്നുമല്ലേ. ഈ ഒരൊറ്റ ബോധ്യമതി ദൈവമക്കളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ. എൻ്റെ ജീവിതം ഒരു ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോയുടെ മുൻപിലാണ്.
ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ ഒരു വീഡിയോയുടെ അങ്ങോട്ട് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ തിരുവചനം ഘോഷിക്കുന്നത്. ഞാൻ എൻ്റെ കൈ പൊക്കുമ്പോൾ ആ വീഡിയോ വളരെ വ്യക്തമായി അത് റെക്കോർഡ് ചെയ്തു. ഞാനൊരു വാക്ക് പറഞ്ഞപ്പോൾ അത് ശബ്ദം ഉയർത്തിയാണെങ്കിൽ അങ്ങനെയും താഴ്ത്തിയാണെങ്കിൽ അങ്ങനെയും അത് റെക്കോർഡ് ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് അതേപോലെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ദൈവമക്കളെ, നിങ്ങൾക്കൊന്നും വിശ്വസിക്കാമോ? ദയവ് ചെയ്ത് എൻ്റെ ജീവിതത്തിൻ്റെ സകല ചലനങ്ങളും വാക്കുകളും മാത്രമല്ല, ആന്തരികമായ ചിന്തകൾ പോലും സ്വർഗം റെക്കോർഡ് ചെയ്യുന്നു. ദൈവഭയം. ഈ വ്യക്തമായ ഒരു ജീവിത കാഴ്ചപ്പാടുണ്ടെങ്കിൽ ദൈവമക്കളുടെ ജീവിതം മാറും. ഇവിടെ നിങ്ങൾ നടത്തുന്ന ദൈവമക്കളെ ബോധിപ്പിക്കാനൊന്നുമല്ല, എൻ്റെ ജീവിതത്തിലെ ഉണ്മയായ ഒരു കാഴ്ചപ്പാടാണ്. ആരെന്നെക്കുറിച്ച് എന്ത് അഭിപ്രായം, നല്ല അഭിപ്രായം പറഞ്ഞാലും സ്വർഗം എന്ത് രേഖപ്പെടുത്തുന്നുള്ളതല്ലേ പ്രയോജനം, അതല്ലേ പ്രാധാന്യം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹി വാസ് എ ഗോഡ്ലി മാൻ, എ ഗോഡ് ഫിയറിംഗ് മാൻ. ഇത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാതെ, ദൈവം കാണുന്നു, ദൈവം കേൾക്കുന്നു, ദൈവം അറിയുന്നു. ഞാൻ ഭയത്തോടെ ദൈവ സാന്നിധ്യത്തിൽ വിശ്വസ്തയോടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്താണ്? 10:2 വീണ്ടും വായിച്ച്. അവൻ ഭക്തനും രണ്ടാമത്തെ കാര്യം തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എനിക്ക് രണ്ടാമത്തെ വാക്ക് വലിയ ഇഷ്ടമാണ്. സകല ഗ്രഹത്തോടും കൂടെ, കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് എ ഗോഡ് ഫിയറിംഗ് ഫാമിലി, എ ഗോഡ് ഫിയറിംഗ് മാൻ, എ ഗോഡ്ലി മാൻ, ബട്ട് ദൈവത്തിന് സ്തോത്രം, എ ഗോഡ് ഫിയറിംഗ് ഫാമിലി, എ ഗോഡ്ലി ഫാമിലി. ആ പദത്തിനൊരു മധുര്യമില്ലേ ദൈവമക്കളെ? കുടുംബം കൂടി വരുമ്പോൾ ഇമ്പം. അത് നിങ്ങൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ വഴക്കാണോ, തമ്മിത്തല്ലാണോ, അഭിപ്രായ വ്യത്യാസമാണോ? ദൈവമക്കളെ, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. അപ്പൻ വാർദ്ധക്യത്തിലേക്കായി, പക്ഷേ എന്ത് തൊട്ടാലും പിടിച്ചാലും പറഞ്ഞാലും കോപിച്ച് ജ്വലിക്കുക സാറേ. ഭാര്യയെ കൊണ്ട് മടുക്കുന്നതായ ഭർത്താക്കന്മാരെ കൊണ്ട് വിഷമിക്കുന്നതായ ഭാര്യമാർ. ദൈവമക്കളെ, ഞാൻ ദൈനംദിനം കേൾക്കുന്ന വേദനയുടെ ശബ്ദമാണ് നിങ്ങളോട് പറയുന്നത്. കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ല, കല്യാണം കെട്ടുന്ന അധികം നാളായില്ല. ഞാൻ പറയുന്നത് ഇന്നലത്തെ കാര്യമാണ്. അത് കണ്ണുനീരോടെ പറഞ്ഞിട്ട് വാക്കുകൾ ഉരുത്തിരിഞ്ഞു വരുന്നില്ല. കാരണം അത്രമാത്രം ഹൃദയം പൊട്ടി കരയുകയാണ്. നീ വേണമെങ്കിൽ പൊക്കോളാനാണ് മദ്യപിച്ചിട്ട് ലഹരി പിടിച്ചു വരുന്നതായ ഭർത്താവ് പറയുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു, എനിക്ക് അവളെ ഒതുക്കി നിർത്താൻ പറ്റുന്നില്ല, എൻ്റെ വരുതിയിലല്ല, ഞാൻ പറഞ്ഞാൽ തീരുകയില്ല. അത്രമാത്രം ആളുകളുടെ വേദനയും നെടുവീർപ്പിൻ്റെ ശബ്ദവും എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പാവപ്പെട്ട ദൈവദാസനാണ്. ദൈവമക്കളെ, കുടുംബാന്തരീക്ഷം സംശുദ്ധമായി കാത്തു സൂക്ഷിക്കണ്ടേ? നിങ്ങളുടെ കുടുംബത്തിന് നാഥൻ കർത്താവായി യേശു ക്രിസ്തുവാണോ? യേശു പ്രസാദിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷമാണോ? നമ്മുടെ പ്രിയപ്പെട്ട MY യോഹന്നാൻ സാർ എപ്പോഴും പറയും, കൊച്ചു കൊച്ചു സ്വർഗം ഓരോ വീടും, കൊച്ചു കൊച്ചു പറുദീസ എന്ന് ഞാനും പറയാറുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ കൈകൂപ്പിക്കൊണ്ട് ദൈവത്തിന് മഹത്വം കരയിച്ചുകൊണ്ട് പറയട്ടെ, ഒരു കുടുംബജീവിതത്തിന് സന്തോഷവും സമാധാനവും മാധുര്യവും അതിൻ്റെ സ്നേഹത്തിന് ഊഷ്മളമായ രുചിയും അല്പമെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് പറയുന്നത്. ഒരു സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ രുചിപ്രദമായ ആത്മീയമായിരിക്കുന്ന ഒരു അന്തരീക്ഷം. കാരണം എന്താ അറിയാമോ? ആ കുടുംബം കർത്താവിന് തീരെഴുതി കൊടുത്തതാണ്. കാൽവറി നാട്ടിലായ ഒരു ഭവനം, പ്രാർത്ഥനയുടെ ശബ്ദമുയർന്ന ഒരു ഭവനം, ആരാധന ഉയർന്ന ഒരു ഭവനം, ഹല്ലേലൂയ ഹല്ലേലൂയ, പാട്ടുകൾ പാടുന്ന ഒരു ഭവനം, പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്ന ഒരു ഭവനം, ജീവിതത്തിൻ്റെ സുഗന്ധം മണക്കുന്നതായ ഒരു ഭവനം. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് എന്താണ് ഉയരുന്നത്? മദ്യത്തിൻ്റെ മണമാണോ? വഴക്കിൻ്റെ ശബ്ദമാണോ? കോലാഹലമാണോ? അശുദ്ധിയുടെ ദുർഗന്ധമാണോ? ഓരോ വീട്ടിൽ നിന്നും കുന്തിരുക്കത്തിൻ്റെ മണം, ആരാധനയുടെ സ്നേഹത്തിൻ്റെ മണം ഉയരട്ടെ ദൈവമക്കളെ. ഒന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ ഹി വാസ് എ ഗോഡ്ലി മാൻ. കുടുംബജീവിതത്തിൽ ഹി വാസ് എ ഗോഡ് ഫിയറിംഗ് ഫാമിലി മെമ്പർ.
കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? 10:2 വീണ്ടും വായിച്ച്. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ആ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ആ ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവഭയമുള്ളതായ ഒരു ദൈവവൈതൽ. അടുത്ത വാക്കെന്താ അറിയാമോ? ജനത്തിന് ധർമ്മം കൊടുക്കുന്നവൻ. എന്നാ അതിൻ്റെ അർത്ഥം? ഒരു കരുണയുള്ള ഹൃദയം, ഒരു മനസ്സലിവുള്ള ഹൃദയം, ദാനധർമ്മം ചെയ്യാൻ ഉള്ളതായ ഒരു മനസ്സ്. മനസ്സലിവ് എന്ന് പറയുന്ന ആരുടെ സ്വഭാവം അറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ ഒന്നാണത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സമയത്ത് ജനം രാവിലെ മുതൽ അവിടെ ഇരിക്കുന്നു. വൈകുന്നേരമായി. കർത്താവ് അവരുടെ വേദന കണ്ട്, വിശപ്പ് കണ്ട് മനസ്സലിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നയിലെ വിധവ, ഭർത്താവ് മരിച്ചു, ഇപ്പോൾ താങ്ങും തണലുമായിട്ടുണ്ടായിരുന്ന മകനും മരിച്ചു. അവളെ യേശു കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുരുടനെ കാണുമ്പോൾ മനസ്സലിയുന്നു, കുഷ്ഠരോഗിയെ കാണുമ്പോൾ മനസ്സലിയുന്നു. കർത്താവിന് എന്തിനാ കുറവ്? മറ്റുള്ളവരുടെ വേദനയിൽ വേദനിച്ച് പങ്കാളിയാകുന്ന സ്നേഹനിധിയായ ഒരു ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന വിശ്വാസികളുടെ സമൂഹമല്ലേ നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അലിയണം. ഒരു നെയ്യ് ഒരിടത്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മഞ്ഞുകട്ട വെച്ചിരിക്കുകയാണ്. മഞ്ഞുകട്ട ദൈവമക്കളെ വെയിൽ കാണുമ്പോൾ അലിയില്ലേ? അലുത്തിങ്ങനെ ഒഴുകില്ലേ? ദൈവത്തിൻ്റെ മഹത്വം. നെയ്യ് അങ്ങോട്ട് വെയിലത്ത് കാണുമ്പോൾ ഉരുകില്ലേ? മനസ്സ് ഉരുകണം മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ, പട്ടിണി കാണുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, ആ ഒരു ദിവ്യ പ്രകൃതി നിങ്ങൾക്കുണ്ടോ? ദൈവനാമം മഹത്വപ്പെടാറാകട്ടെ. സാധുക്കൾക്ക് ഉദാരമായി ദാനധർമ്മങ്ങൾ കൊടുക്കുന്നതായ ഒരു പ്രകൃതിയും പ്രവണതയും ഉണ്ടായിരിക്കണം. ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം, വേദനിക്കുന്നവരുടെ വേദനയിൽ വേദനിച്ച് പങ്കാളികളാകണം. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. 10-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. അവൻ ഭക്തനും ആ തന്റെ സകലഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ആ ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും അടുത്ത വാക്യം. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ദൈവമക്കളെ, ഒരാളെ കുറിച്ച് പറഞ്ഞാൽ വചനത്തിന് മതിയാകുന്നില്ല. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതെങ്ങനെയാന്ന്? ഉണർന്നിരിക്കുമ്പോഴെല്ലാം അവിടെ മുട്ടുമടക്കി പ്രാർത്ഥനാ മുറിയിൽ പാവിരിച്ചിരിക്കുകയാണോ? അതൊന്നും അല്ലേ പറയുന്നത്. പ്രഭാത പ്രാർത്ഥന വേണം, സന്ധ്യാപ്രാർത്ഥന വേണം, രഹസ്യ പ്രാർത്ഥന വേണം, കൂട്ടായ്മയിലെ പ്രാർത്ഥന വേണം. ആരും സംശയമില്ല. ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? പൊതുവായിരിക്കുന്ന ആരാധന അത് കൂട്ടായ്മയിലോ ദൈവാലയത്തിലുള്ള ആരാധനയാണ്. മാത്രമല്ല, കുടുംബ പ്രാർത്ഥന വേണം. കുടുംബം ഒന്നിച്ച് പ്രഭാതത്തിലും സന്ധ്യയിലും പ്രാർത്ഥിച്ചിരിക്കണം. ഞാൻ ഇന്ന് നിവർത്തിക്കുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിൽ ഇല്ലാത്ത നിവൃത്തി ഉണ്ടെങ്കിൽ പറയരുതെന്നാണ് എൻ്റെ തത്വവും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന വേണം, കുടുംബ പ്രാർത്ഥന വേണം. പോരാ, വ്യക്തിപരമായ രഹസ്യ പ്രാർത്ഥന വേണം. ആര് പറയണ്ട? നിങ്ങൾക്ക് പറ്റുന്ന സമയം കണ്ടെത്തി ഏകാഗ്രതയോടെ വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് ജീവിതത്തിലെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് അരുമനാഥൻ രക്തമാർദ്ദനിക്കുന്ന ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കഴുകൽ പ്രാപിച്ച് അതുകൂടെ കഴിയുമ്പോഴേക്കും പിന്നെ ആരാധനയാണ്, സ്തുതിയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മാതിരി നിങ്ങൾ രുചിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരാധനയുടെ ശബ്ദം ഉയരുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദ സീക്രട്ട് ഓഫ് പ്രെയർ ഈസ് പ്രേയിങ് ഇൻ സീക്രട്ട്. ദൈവമക്കൾ വേറിട്ടിരുന്ന രഹസ്യത്തിൽ ഹൃദയം പകരുന്ന ഒരു പ്രകൃതി ഇന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഇല്ലാതായി പോയിട്ടുണ്ട്. അത് വലിയ ദോഷം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്നാണെന്നറിയാമോ? ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ. എങ്ങനെ? എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്താ? എ കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ശ്വാസോച്ഛ്വാസ പ്രാർത്ഥന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണത്. ഞാൻ നടക്കുകയോ സാധാരണ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോഴേക്കും ശ്വാസോച്ഛ്വാസം, എൻ്റെ യേശുവേ, എൻ്റെ യേശുവപ്പാ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തോത്രം. അതിന് സമയം വേണോ? ആ ദൈവത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് വിളിക്കുന്നതിന് സമയം വേണോ? ദൈവത്തിന് സ്തോത്രം. എ മൊമെന്ററി പ്രെയർ. ബ്രദർ ലോറൻസ് അദ്ദേഹത്തിന് ഒരു കൊച്ചു പുസ്തകമുണ്ട്, എനിക്കറിയാമത്. പ്രാക്ടീസ് ദി പ്രസൻസ് ഓഫ് ഗോഡ്.
അദ്ദേഹം കഞ്ഞിയും കറിയും വെച്ച് പട്ടാളക്കാർക്ക് വിളമ്പുന്ന ഒരു വേലക്കാരനാണ്. പക്ഷേ അദ്ദേഹം എപ്പോഴും പ്രാർത്ഥന ചെയ്യാനുള്ളവനായിരുന്നു. എപ്പോഴും ദൈവമായിട്ടുള്ള ഈ സ്തുതിയുടെ സ്തോത്രത്തിൻ്റെ ഒരു ബന്ധം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നിരന്തരമായിരിക്കുന്ന, പിരിയാത്ത, വ്യക്തിപരമായിരിക്കുന്ന ഒരു ബന്ധം. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ. പെക്കിംഗ്ഹാം വാൽസ് ബിഷപ്പ് പറഞ്ഞ കാര്യം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ദൈവവിശ്വാസവും ദൈവസാന്നിധ്യ ബോധവും പള്ളികളുടെ ആരാധന സമയത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ്. ദുഃഖവെള്ളിയാഴ്ചയാണോ വലിയ ഭക്തി, ഉയർപ്പാറാഴ്ചയാണോ ഭക്തിയുടെ പാരമ്യം. നമ്മളെ പോലുള്ളവർക്ക് സെക്കൻഡ് സാറ്റർഡേ ആരാധന സമയമാണോ ദൈവസാന്നിധ്യത്തിൻ്റെ തികവ്. നീ അടുക്കളയിൽ ജോലി നോക്കുമ്പോഴോ, ചന്തസ്ഥലത്തോ, പണിസ്ഥലത്തോ, കോളേജിലോ, സ്കൂളിലോ എങ്ങനെയുണ്ട്? ദൈവത്തെ ചില ആരാധനാ കേന്ദ്രങ്ങളിൽ ഒതുക്കി നിർത്തേണ്ടതല്ല. കർത്താവായ യേശു ശമര്യക്കാരി സ്ത്രീയോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ആരാധന ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല. ആരാധന സത്യത്തിലും ആത്മാവിലുമാണ്. സ്ഥലകാല പരിമിതികൾക്ക് അതീതമായിരിക്കുന്ന ഒരു ആരാധന. ദൈവമക്കൾ അതിലേക്കൊന്ന് വരണം. ഹല്ലേലൂയ. അപ്പൊ പാപത്തിൽ നിന്നെല്ലാം വേർപെട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കും. പെക്കിംഗ്ഹാം വാൽസ് ബിഷപ്പ് പറഞ്ഞു, ഞാൻ വിശുദ്ധ കുർബാന ചെല്ലുവാൻ പരിശുദ്ധ മധുവായിൽ നിൽക്കുന്ന സമയം ദൈവത്തിൻ്റെ തേജസ്സോട് പ്രതാപത്തോടെ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ സുഖവും സാന്നിധ്യവും ഞാൻ പരിശുദ്ധ മധുവായിൽ എങ്ങനെ അനുഭവിക്കുന്നുവോ അതുപോലെ തന്നെയാണ് വിശുദ്ധ കുർബാനയെല്ലാം അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അല്പം ഭക്ഷണം കഴിച്ച് എനിക്കൊരു പശുവുണ്ട്, അതിനെ കെട്ടിയിരിക്കുന്നതായ തൊഴുത്തിലെ ചാണകം മാറുന്ന സമയത്ത് പരിശുദ്ധ മധുവയിൽ അനുഭവിച്ച അതേ ദൈവ സാന്നിധ്യം ഞാൻ തൊഴുത്തിലും അനുഭവിക്കുന്നു. സഹോദരി, പ്രാർത്ഥനാ യോഗത്തിൽ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം അടുക്കളയിൽ അനുഭവിക്കുന്നുണ്ടോ? ഓഫീസിൽ അനുഭവിക്കുന്നുണ്ടോ? സഹോദര, ദൈവത്തെ എവിടെയെങ്കിലും പൂട്ടിയിട്ടേക്കുവാണോ നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം. പിരിയാത്തതായ ഒരാത്മീയ ബന്ധം ദൈവമായിട്ട് നിരന്തരം, ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥനയിൽ ബന്ധപ്പെടുന്നതായ ഒരു ശീലം. നന്ദിയോടെ സ്തോത്രം. എ മാൻ ഓഫ് പ്രയർ. 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിച്ച് കൊർന്നേലിയോസ് നമ്മൾ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം എന്താണ്? 10:22. അതിന് അവൻ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതികളാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നേലിയോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം. ദൈവമക്കളെ, പൊതുവായിട്ട് ആളുകൾക്ക് വ്യക്തമായ ബോധ്യമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു കൊർന്നേലിയോസ്. എന്താണ് പറയുന്നത്? അവൻ നീതിമാനാണ്. ഹി വാസ് എ ജസ്റ്റ് മാൻ. അതിനേക്കാൾ മനോഹരമായിരിക്കുന്ന ഒരു സാക്ഷ്യ ശബ്ദമുണ്ട് അവിടെ. ആളുകളാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ. ദൈവത്തിന് സ്തോത്രം. എ മാൻ ഓഫ് ഗുഡ് റെപ്യൂട്ടേഷൻ among all men. He was a just man. ദൈവമക്കളെ, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കൊതിയുണ്ടോ? ഞാനും ഉള്ളം തൊട്ട് എൻ്റെ ദൈവത്തോട് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് മനസ്സിലാക്കി? ചിലപ്പോൾ നീ ഒരു 30-35 വർഷമോ ഒരു കോളേജിലോ സ്കൂളിലോ അധ്യാപകനായിരുന്നിരിക്കാം, ഒരു ഓഫീസിൽ ജോലി നോക്കിയവനായിരിക്കാം, ദൈവത്തിൻ്റെ മഹത്വം, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നിരിക്കാം. പിരിഞ്ഞു പോരുന്ന സമയത്ത് ഹീ ഈസ് എ മാൻ ഓഫ് ഗുഡ് റെപ്യൂട്ടേഷൻ. ഹി വാസ് എ മാൻ, ദൈവത്തിൻ്റെ സ്തോത്രം, എ ജസ്റ്റ് മാൻ. ദൈവമക്കളെ, പറയുമോ? ജീവിതം സാക്ഷ്യമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനും ജോലി നോക്കി പിരിഞ്ഞു പോകുന്ന ആളല്ലേ. ആ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ഇനി പോയി ജോലി നോക്കി സാക്ഷ്യം സ്ഥാപിക്കാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ കേമമായിട്ട് പറയുകയല്ല, ഭംഗിവാക്കായിട്ട് പറയുകയല്ല. പോരുന്നായ സമയത്ത് അധികാരി പറഞ്ഞു, മാത്യു നിന്നെ പറഞ്ഞു വിടാൻ തോന്നണില്ലല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പലതും പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നല്ല വാക്ക് കൂടുതൽ ആവർത്തിക്കുന്നില്ല. ഞാൻ പിരിഞ്ഞു പോകുന്നതിൻ്റെ പിറ്റേ വർഷം കോളേജിൽ ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അധ്യാപകരുടെ മീറ്റിംഗ്, പ്രൊഫസേഴ്സിൻ്റെ മീറ്റിങ്ങിന് പ്രിൻസിപ്പൽ വിളിച്ചു, ഒന്ന് ചെല്ലണം. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ ഞാൻ റിട്ടയർ ചെയ്ത് പോകുന്നു, നിങ്ങളല്ലേ എന്നെ പറഞ്ഞു വിട്ടേ, ഇനി എന്നോട് വരാൻ പറഞ്ഞതിനാ? മാത്യു, സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്.
മാറ്റി പഠിപ്പിച്ചതുപോലെ ഒന്ന് പഠിപ്പിക്കണമെന്ന് ഒരു ഉപദേശം കൊടുക്കാവോ ടീച്ചേഴ്സിന്? ഞാൻ പോയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു അംഗീകാരമായിരുന്നു. മാറ്റി ജീവിച്ചതുപോലെയും പഠിപ്പിച്ചതുപോലെയും ഒന്ന് പ്രവർത്തിക്കണമെന്ന് മറ്റുള്ളവർക്ക് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുമോ എന്ന് പിരിഞ്ഞു പോയതിന് ശേഷം ദൈവത്തിന് സ്തോത്രം അതിൻ്റെ പ്രിൻസിപ്പൽ ചോദിക്കുന്നു. ഞാൻ എന്തിനാ പറയുന്നത്? കേമ്പറിയാണോ? ദൈവത്തിന് സ്തോത്രം ഒരു കാഴ്ചപ്പാടടിന് തന്നു. ഇനി എന്തുമാത്രം തിരുത്താനായിട്ടുണ്ട്, ഇനി എന്തുമാത്രം വിശുദ്ധീകരണം പ്രാപിക്കാനായിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു ആകുന്ന തലയോളം വളരുവാൻ ഞാൻ കോടികൾ മൈലുകൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരാഗ്രഹമില്ലേ? നീതിമാനും നല്ല സാക്ഷ്യം കൊണ്ടവനുമായിട്ട് ജീവിക്കണം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും നിങ്ങൾ ദൈവത്തിൻ്റെ സൗരഭ്യവാസന. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. മാത്രമല്ല ദൈവമക്കളെ, ഈ ജീവിതത്തിൽ നല്ല സാക്ഷ്യമുണ്ടായിരുന്ന വ്യക്തിക്ക് മറ്റൊരു കൊതിയുണ്ടായിരുന്നു. എന്താണത്? 10:24 വായിച്ച്, 10-ാം അധ്യായത്തിന് 24-ാമത്തെ വാക്യം. പിറ്റേന്നാൾ കൈസരയിലെത്തി അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്തിന് വേണ്ടിയിട്ട് തുറക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു. ഒരു കൊച്ചു വീടാണ് നമ്മുടെ ഓരോരുത്തരുടെയും. പക്ഷേ അത് ദൈവത്തിനും ദൈവവചനത്തിനും ദൈവമക്കൾക്ക് കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും പാടുവാനുമുള്ളതായ ഭവനം ആയി വിട്ടുകൊടുത്തിട്ടുണ്ടോ? കൊർന്നല്യോസ് വീട്ടിൽ നിറയെ അയൽവാസികളെ ബന്ധുമിത്രാളെല്ലാം വിളിച്ചു കൂട്ടി. പത്രോസിലേക്ക് ആളെ വിട്ടു, ഒന്ന് വരണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പത്രോസിലിയ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് കിട്ടി അവിടെ കടന്നു വന്ന് തേജസ്സിന്റെ വചനം ഘോഷിച്ചു. ആ വീട്ടിൽ അനേകർ മാനസാന്തരപ്പെട്ടു. സഹോദരൻ, നിനക്കൊരു വീട് ദൈവം തന്നില്ലേ? ഒരു കുടുംബജീവിതം തന്നില്ലേ? ഞാൻ ആത്മാർത്ഥമായി ഓരോ വ്യക്തികളോടും കുടുംബങ്ങളോടും ചോദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ വീട്ടിൽ നിന്ന് വചനത്തിൻ്റെ ശബ്ദം ഉയരാൻ തക്കവണ്ണം ഒരു പ്രാർത്ഥനയോ എങ്കിലും നിന്റെ വീട്ടിൽ വെച്ച് നടത്തിയോ? ഒരു സെൽ മീറ്റിംഗെങ്കിലും നടത്തിയോ? ചോദിക്കുന്ന ഒരു ദിവസമില്ലേ ദൈവമക്കളെ? നിനക്കൊരു ഭവനം ഞാൻ തന്നിട്ട് നീ ഭക്ഷണം കഴിച്ച് സുഖലോലുപനായി അവിടെ ജീവിച്ചു. കുഞ്ഞുങ്ങളെല്ലാം ഓടി നടന്നു, ഒന്നിനും കുറവില്ല. ബന്ധുമിത്രാദികളെ വിളിച്ചുകൂട്ടി ദൈവത്തിൻ്റെ സത്യവചനം ഘോഷിക്കാൻ വേണ്ടി നീ വേദി ഒരുക്കിയോ? ഗൗരവത്തോടെയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അവസാന ഉത്തരം പറയേണ്ടതായിട്ട് വരും. നന്ദിയോടെ സ്തോത്രം. വചനം കേൾക്കാനും കേൾപ്പിക്കാനും വേണ്ടി ഉത്കടമായ ആഗ്രഹമുണ്ടായിരുന്നു. ഭവനം തുറന്നു കൊടുത്തു. ദൈവത്തിന് മാത്രമല്ല ദൈവമക്കളെ, ഞാൻ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ ദൈവമക്കളെ ആദരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്ന ദൈവമക്കളെ കാണേണ്ടതുപോലെ കാണണം. 10-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. പത്രോസ് അകത്ത് കയറിയപ്പോൾ ഭവനത്തിൽ വചനത്തിനായി അടുത്തു വന്നപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെയൊന്നും ചെയ്യണമെന്നെല്ലാം പറഞ്ഞു. പത്രോസ് അത് അംഗീകരിച്ചില്ല. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അത് നാവിലെടുക്കുന്നൊരു ദൈവദാസൻ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറവുണ്ടോ ഇല്ല നോക്കേണ്ടത് ആ വ്യക്തിയുടെ ചുമതലയാണ്. നീ വിധിക്കേണ്ടതായ കാര്യമില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കാൻ വന്ന ദൈവമക്കളെ മാനിക്കേണ്ടതുപോലെ മാനിക്കാനും സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാനും അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിക്കുവാനും അവരുടെ വചനത്തെ അനുസരിക്കുവാൻ നിങ്ങൾ കടപ്പാടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശരിയായ ഒരു കാഴ്ചപ്പാടായിരുന്നു കൊർന്നല്യോസിനുണ്ടായിരുന്നത്. കുറെ പോയിന്റുകൾ കേൾക്കാനോ പറയാനല്ല ഈ പത്രോസിലേക്ക് വന്നിരിക്കുന്നത്. എന്തിനാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നതെന്ന് വ്യക്തമായി. 10-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ പത്രോസിലേക്ക് അടുത്ത് ചെന്നപ്പോൾ കൊർന്നല്യോസ് പറഞ്ഞു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവസന്നിധിയിൽ ദൈവമുൻപാകെ കൂടിയിരിക്കുന്നു. എന്ത് വ്യക്തമാണത്! ദൈവവൈതലിനെ അല്ല കാണുന്നത്, ദൈവവൈതലിനെ ഭരമേൽപ്പിച്ച ദൈവത്തിന് ശബ്ദം കേൾപ്പാനാണ് കൂടി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മാത്രമല്ല ഇതൊക്കെ എങ്ങനെ നടന്നു എന്നറിയാം. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ
സാമാന്യ മര്യാദ കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ നടക്കില്ല. എന്ത് വേണം? 10-ാം അധ്യായത്തിന് 44-ാമത്തെ വാക്യം വായിച്ച്. 10-ാം അധ്യായത്തിന് 44-ാമത്തെ വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ ആ വീട്ടിൽ വെച്ച് ദൈവത്തിന്റെ വചനം പത്രോസുകാരുടെ നാവിൽ നിന്ന് ശക്തിയോടെ ഒഴുകി വന്നു. അത് കേട്ടപ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിച്ച് ഇറങ്ങി കിട്ടിയതായ ഒരു വ്യക്തിയായിരുന്നു കൊർന്നേല്യോസ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അല്ലാതെ ഒരു ജയജീവിതം സാധ്യമല്ല. ഈ ആത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളുടെ മേൽ വന്ന് പൊരുന്നി ആവസിക്കട്ടെ. വലിയ ഗുണം കിട്ടി. അനേക നന്മകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ തീയായിട്ട് അദ്ദേഹത്തിന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 11-ാം അധ്യായം എടുത്ത് 11-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ രക്ഷയുടെ മഹാസന്തോഷത്തിലേക്കും സമൃദ്ധിയായ ജീവനിലേക്കും നീതീകരണത്തിന്റെ അനുഭവത്തിലേക്കും അദ്ദേഹം വളർന്നു വരുവാനിടയായി. 14-15. നീ നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ നിന്റെ ഗ്രഹം മുഴുവൻ രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ കൊർന്നേല്യോസിന് ഒരിക്കൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടതാണ്. കുടുംബമായുള്ള രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരുവാനും നീതീകരിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുവാനും ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുവാനും ദൈവത്തിന് സ്തോത്രം. കൊർന്നേല്യോസിന് ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പുറജാതിക്കാരെ കുറിച്ച് യഹൂദന്മാർ പറയുന്നത് നരകത്തിലെ തീ കെട്ടുപോകാതെ കത്താനുള്ളതായിരിക്കുന്ന വിറകെന്നാണ്. എന്നാൽ ഇപ്പോൾ സ്വർഗത്തിലെ ആത്മാവിന്റെ തീ കത്തി ജ്വലിക്കുന്ന ഒരു ദൈവദാസനായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെല്ലാം സ്വഭാവമേന്മകൾ ഉണ്ടെങ്കിലും വചനം കേൾക്കണം, രക്ഷിക്കപ്പെടണം, ആത്മനിർവൃതി പ്രാപിക്കണം, ഭവനം മുഴുവനായി സകുടുംബം രക്ഷ പ്രാപിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ വചനം കേൾപ്പിക്കണം, പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണം, സ്വർഗത്തിലെ തീ നിങ്ങളിൽ കത്തി ജ്വലിച്ച് നിൽക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്ന് കർത്താവേ, സ്വർഗീയ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൊർന്നേല്യോസിനെ പോലെ നല്ല സാക്ഷ്യം കൊണ്ട മകനായി, ആത്മനിറവുള്ള മകനായി, ദൈവത്തിന് സ്തോത്രം, നിത്യജീവന്റെ സന്തോഷം അനുഭവിക്കുന്ന ദൈവം ഇതിലായി ഞങ്ങൾ ഓരോരുത്തരെയും വളർത്തിക്കൊണ്ടുവരണമെന്ന് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ. ഹല്ലേലൂയ.